സകല ബോക്സ് ഓഫീസുകളിലും അടക്കി ഭരിക്കാൻ കഴിയുന്ന ഒരു നായകനുണ്ട് നമുക്ക്. അത് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ്. ആ ഒരു സാധ്യത മനസ്സിലാക്കി മോഹൻലാലിലേക്ക് വലിയൊരു ഡിമാൻഡ് തന്നെ വരുന്നു എന്നതാണ് അടുത്തിടയ്ക്ക് കാണാൻ സാധിച്ചത്. അത് കേരളത്തിൽ മാത്രമല്ല, അത് കേരളത്തിന് അപ്പുറത്തേക്ക് അന്യഭാഷയിൽ നിന്നാണ് ആ വലിയ ഡിമാൻഡ് വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് മോഹൻലാലിനെ വെച്ച് ഒരു അന്യഭാഷാ സിനിമയിൽ ഒരു ചെറിയ ക്യാമിയോ റോളിൽ എത്തിച്ചാൽ കേരളത്തിലെ ബോക്സ് ഓഫീസ് പിടിക്കാം എന്നതാണ്. എന്നാൽ അതല്ല. മോഹൻലാലിന്റെ മാർക്കറ്റ് കേരള ബോക്സ് ഓഫീസ് അല്ല, അതങ്ങ് ഓവർസീസ് ആണ്. 2025 മോഹൻലാലിന്റെ ഈ മാർക്കറ്റ് 10 മടങ്ങ് ഉയർന്നിരിക്കുന്നത്. ആ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ $10 മില്യൺ മേലെ ഓവർസീസ് ഗ്രോസ് നേടിയ 2025 ഇന്ത്യൻ ചിത്രങ്ങളിൽ 1 എമ്പുരാൻ, 2 തുടരും, 3 ചാവ എന്നീ ചിത്രങ്ങളാണ്. പിന്നെ ഒരു ചിത്രവുമില്ല. 10 മില്യന് മേലെ ഓവർസീസിൽ ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാക്കിയത് ഇപ്പോൾ ആർക്കാണ് ഡിമാൻഡ്? മോഹൻലാലിന് തന്നെ. അതുകൊണ്ട് ഏറ്റവും വലിയ ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നത് അന്യഭാഷയിൽ നിന്നും മോഹൻലാലിന് തന്നെയാണെന്ന് പറയുമ്പോൾ ലാലേട്ടന്റെ കോൾ ഷീറ്റുകൾക്ക് മറ്റു ഭാഷ ബിഗ് ബജറ്റ് സിനിമകളിൽ നിന്നും ഉയർന്ന ഡിമാൻഡ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ വിദേശ ആരാധക വൃന്ദമാണ്. ജയിലറിലെ പോലെ ചെറുതല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു വേഷം അദ്ദേഹത്തിന് ലഭിച്ചാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം ബോക്സ് ഓഫീസിൽ, പ്രത്യേകിച്ച് ഗൾഫ്, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ വിപണികളിൽ വലിയൊരു സംഭാവന ബോക്സ് ഓഫീസിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്രയും വലിയ ഡിമാൻഡ് മോഹൻലാലിലേക്ക് വരുന്നത് എന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ട്. ഇത് എക്സ്പ്ലോർ ചെയ്യാനാണ് മലയാള സിനിമയും നോക്കുന്നത്. അത് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രങ്ങളിലൂടെ തന്നെയാണ്. എമ്പുരാനും തുടരുമൊക്കെ അത് കാണിച്ചു തന്നു. ഇനി അതുപോലൊരു മാർക്കറ്റിലേക്ക് മോഹൻലാലിനെ കൊണ്ടിറക്കാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റിലാണ് നോക്കുന്നത്. മോഹൻലാലും ആ ഒരു രീതിയിൽ തന്നെയാണ് തന്റെ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളും തെരഞ്ഞെടുക്കുന്നത് എന്ന് വേണം കാണാൻ. കാരണം ഇതെല്ലാം ഒരു ബിസിനസ് ആണല്ലോ. കലയ്ക്കപ്പുറം ഏറ്റവും വലിയ ബിസിനസ് ആണ് സിനിമ എന്നത് തന്നെ. അപ്പോൾ അതുകൂടെ നോക്കുന്ന ഒരു കാര്യമാണ് അണിയറയിൽ നടക്കുന്നത്. ഈ ഒരു ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ ഇനി ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3-ാം പാർട്ടിലായിരിക്കും. കാരണം ആ ചിത്രത്തിന് വരുന്ന ഹൈപ്പ് എത്ര കണ്ട് വലുതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്രയ്ക്കും വലുതാണ്. ഹ്യൂജ് എക്സ്പെക്ടേഷൻ ആണ് ആ ചിത്രത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും തന്നെ പേടിച്ചിരിക്കുകയാണ്. സാക്ഷാൽ ജിത്തു ജോസഫ് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് വലിയ അതിശയത്തോടെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇപ്പോൾ മികച്ച സിനിമകൾ കൊണ്ടും തിരക്കഥകൾ കൊണ്ടും സിനിമാ പ്രേമികളെ ഞെട്ടിച്ച സംവിധായകനാണ് ജിത്തു ജോസഫ്. ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3-ാം ഭാഗമാണ്. ഇതിൽ പ്രേക്ഷകർക്കുള്ള എക്സ്പെക്ടേഷൻ അങ്ങ് വലിയ ഹൈയിലാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇതൊരു വലിയ സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ ആളുകൾ വേറെ ലെവലിൽ എക്സ്പെക്ട് ചെയ്ത് വന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു ചാൻസ് എടുക്കുവാണ് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചാൻസ് എടുക്കുന്നതിനപ്പുറം ജിത്തു ജോസഫ് എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് ഈ ചിത്രം എടുത്തു വയ്ക്കുന്നത്. പക്ഷേ അതിലൊന്നും പ്രേക്ഷകർ കുറ്റം പറയില്ല. അദ്ദേഹത്തിന്റെ കുറ്റങ്ങളൊക്കെ അദ്ദേഹം നികത്തുന്നത് സ്വന്തം സ്ക്രിപ്റ്റിൽ തന്നെയാണ്. അതാണ് പ്രേക്ഷകർ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ചില ലാഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകർ എത്താറുണ്ട്. ആ ലാഗിനെ കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തന്റെ ചിത്രത്തിൽ ലാഗ് ഉണ്ടെന്ന വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു ഇപ്പോൾ ജിത്തു ജോസഫ്. സിനിമയിൽ ഒരു വേൾഡ് ഉണ്ടാക്കിയെടുക്കാൻ ലാഗ് അനിവാര്യമാണെന്ന് ജിത്തു ജോസഫ് പറയുന്നുണ്ട്. തൊട്ടാലും പിടിച്ചാലും ഇപ്പോൾ ലാഗ് എന്നാണ് പറയുന്നത്. നിർമ്മാതാക്കൾ വന്നിട്ട് അവിടെ കട്ട് ചെയ്യ് എന്നൊക്കെ പറയും. സിനിമയ്ക്ക് ലാഗ് വേണം. മെമ്മറീസിൽ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ലാഗ് ഇട്ടിട്ടുണ്ട്. ദൃശ്യത്തിലും അതുണ്ട്. ഇപ്പോൾ ഞാൻ ദൃശ്യം 3 എഴുതുകയാണ്. അതിലും ലാഗ് ഉണ്ട്. കാരണം സിനിമയിൽ ഒരു വേൾഡ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു സമയം വേണം. അത് സിനിമയിലെ നിയമം ഒന്നുമല്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ സിനിമയിൽ കുറച്ച് ലാഗൊക്കെ കാണും. ജിത്തു ജോസഫ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന് മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു 2-ാം ഭാഗമുണ്ടായി. 2-ാം ഭാഗത്തിലാണ് ജിത്തു ജോസഫ് കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. എന്നിരുന്നാലും അത് ഹിറ്റായ തോത് വളരെ വലുതായിരുന്നു. പാൻ ഇന്ത്യൻ ലെവലായിരുന്നു. മലയാളത്തിന്റെ ദൃശ്യം 2 വലിയ ശ്രദ്ധ നേടിയതും ഹിറ്റായതും. ഇനിയിപ്പോൾ 3-ാമത്തതിലേക്ക് എത്തുമ്പോൾ ദൃശ്യം 2-ൽ നിന്നും വ്യത്യസ്തമായി ഗംഭീരമായി ചെയ്യണമെന്നാണ് ഓരോ പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും എല്ലാവർക്കും വിശ്വാസം അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ തന്നെയാണ്. ഇത് വെച്ചുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന സിനിമയും ദൃശ്യമെന്ന് തന്നെ പറയാം. ആ മോഹൻലാൽ ഡിമാൻഡാണ് ദൃശ്യത്തിന്റെ 3-ാം പാർട്ടിലൂടെ വർക്കാകാൻ പോകുന്നതും.